നെക്സ്റ്റ് സെക്ഷൻ 3 മൾട്ടിപ്പിൾ റൂട്ട്സ്. ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്താണ് മൾട്ടിപ്പിൾ റൂട്ട്, അതിൻ്റെ ഒരു ഡെഫിനീഷൻ, പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു തിയറം, പിന്നെ നമ്മളൊരു പോളിനോമിയൽ ഇക്വേഷൻ വന്നിട്ട് നമുക്കൊരു ഹിൻഡ് തരാണ് അതിന് മൾട്ടിപ്പിൾ റൂട്ട് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ആ ഹിൻഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ, പോളിനോമിയൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡെഫിനേഷൻ അറിയണ്ടേ, എന്താണ് മൾട്ടിപ്പിൾ റൂട്ടിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞ്. ഇപ്പോൾ ഡെഫിനേഷൻ എങ്ങനെയാണ് പറയുന്നത്, ഇഫ് ആൽഫ ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 റിപ്പീറ്റഡ് ആർ ടൈംസ് ഇറ്റ് ഈസ് കാൾഡ് എൻ ആർ മൾട്ടിപ്പിൾ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ആൽഫ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ ഒരു റൂട്ടാണ്. അത് ആർ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ആർ മൾട്ടിപ്പിൾ റൂട്ട് എന്ന് പറയണം. ഓക്കെ, ഇപ്പോൾ ഒരു റൂട്ട് ആൽഫ എന്ന് പറയുന്ന ഒരു റൂട്ട് അത് 2 തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് വരുന്നെങ്കിൽ, അതായത് ആ പോളിനോമിയലിൻ്റെ ഇക്വേഷൻ ആൽഫ 2 തവണ അതിൻ്റെ റൂട്ടായിട്ട് വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള റൂട്ടിനെ എന്ത് പറയും, ഡബിൾ റൂട്ട് എന്ന് പറയും. 3 തവണ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, 3 മൾട്ടിപ്പിൾ റൂട്ട് എന്ന് പറയും, അതായത് ട്രിപ്പിൾ റൂട്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റും. അങ്ങനെ നമുക്ക് 4 ഉണ്ടെങ്കിൽ 4 മൾട്ടിപ്പിൾ റൂട്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറുതായിട്ട് ഡൗട്ട് ഉള്ളവർക്ക് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് അറിയുന്ന ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഏതെടുക്കാം, അതായത് x² മൈനസ് 4x + 4 എന്ന് പറയുന്നത് അല്ലേ. ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ x² മൈനസ് 4x + 4നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, x - 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, x - 2 ഇൻറ്റു x - 2 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് നമുക്ക് ഏതൊക്കെയാണ് കിട്ടുക, x = 2, അതേമാതിരി തന്നെ x = 2 എന്ന് പറയുന്നത്. അപ്പോൾ 2 എന്ന് പറയുന്ന റൂട്ട് 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ 2 തവണ റിപ്പീറ്റ് ചെയ്ത്, അപ്പോൾ അത് 2 എന്ന് പറയുന്നത് ഇവിടെ ഒരു മൾട്ടിപ്പിൾ റൂട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഏത് മൾട്ടിപ്പിളാണ്, 2 മൾട്ടിപ്പിൾ റൂട്ടാണ്. അപ്പോൾ 2 മൾട്ടിപ്പിൾ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മളതിന് ഡബിൾ റൂട്ട് എന്നൊക്കെ പറയും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡെഫിനേഷനിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തിയറംസും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ കൂടി ഒരു എളുപ്പമുള്ള ഒരു തിയറാണ്. ചെറിയ ഒരു ഷോർട്ട് സെൻറ്റൻസിലൊക്കെ ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു തിയറാണ്. ചോദിക്കാൻ സാധ്യത ഉണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എന്താ തിയറം പറയണമെന്ന് നോക്കാം. ഇഫ് ആൽഫ ഈസ് എൻ ആർ മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 then alpha is an r minus 1 multiple root of f dash of x is equal to 0 എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ഇവിടെ പറഞ്ഞത്, നമ്മുടെ കയ്യിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു റൂട്ടാണ് ആൽഫ. ഈ ആൽഫ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വരും, r ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ ഒരു റൂട്ടായിരിക്കും ആൽഫ. അതെന്ന് പറഞ്ഞാൽ എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരും, r - 1 തവണ റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, അതായിരുന്നു നമുക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യണമെന്ന് നോക്കാം. ഇഫ് ആൽഫ ഈസ് എൻ ആർ മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആൽഫ എന്ന് പറയുന്നത് ഒരു ആർ മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, x മൈനസ് ആൽഫ ഓൾ പവർ r ഈസ് എ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലേ. എക്സ് മൈനസ് ആൽഫ ഓൾ പവർ r എന്ന് പറയുന്നത് ഈ എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അതെങ്ങനെയാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് അല്ലേ, ഒരു റൂട്ട് ഓഫ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമ്മളെന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് മൈനസ് അതിൻ്റെ ഒരു ഫാക്ടർ ആണെന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ആൽഫ ഒരു റൂട്ടാണ്, അത് എത്ര ടൈംസ് ഉണ്ട്, നമുക്ക് ആൽഫ 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 പറഞ്ഞിട്ട് ഇങ്ങനെ എത്ര ടൈംസ് ഉണ്ട്, 6 ടൈംസ് നമുക്ക് ആൽഫ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കും, എക്സ് മൈനസ് ആൽഫ ഒരു ഫാക്ടർ ഉണ്ടായിരിക്കും, എക്സ് മൈനസ് ആൽഫ വേറൊരു ഫാക്ടർ ഉണ്ടായിരിക്കും. അങ്ങനെ എത്ര തവണ ഉണ്ടായിരിക്കും എക്സ് മൈനസ് ആൽഫ ഫാക്ടറായിട്ട്, എക്സ് മൈനസ് ആൽഫ ഇത് എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യും, 6 ടൈംസ് നമുക്ക് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്തിട്ട് വരും. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് എന്ത് എഴുതാൻ പറ്റും, എക്സ് മൈനസ് ആൽഫ ഹോൾ പവർ r എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എക്സ് മൈനസ് ആൽഫ ഹോൾ പവർ r എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടറാണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എഫ് ഓഫ് എക്സ് ഒരു ഫാക്ടറാണെന്ന് അല്ലേ, എക്സ് മൈനസ് ആൽഫ
ഓൾ പവർ ആർ ഒരു ഫാക്ടർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഫ് ഓഫ് എക്സിനെ നമുക്ക് എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഫാക്ടർ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കോഷ്യൻ്റ് കിട്ടും. കോഷ്യൻ്റ് നമുക്കറിയില്ല, ക്യൂ ഓഫ് എക്സ് എന്ന് കിട്ടും. റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിട്ടായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആർ ഇൻറ്റു നമ്മുടെ ഇവിടെ ഈ ക്യൂ ഓഫ് എക്സ് എന്ന് എടുക്കാം. ഓക്കെ, ക്യൂ ഓഫ് എക്സ് അല്ല, നമ്മളിവിടെ എടുക്കുന്നത് ഫൈ ഓഫ് എക്സ്, ഒരു ഫംഗ്ഷൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആർ ഇൻറ്റു ഫൈ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതായത് നമ്മൾ ആൽഫ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ്റെ ആർ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന റൂട്ടാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആർ എന്ന് പറയുന്ന എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആർ ഇൻറ്റു ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ആൽഫ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വരുള്ളൂ? ആ ടൈംസേ റിപ്പീറ്റ് ചെയ്ത് വരുള്ളൂ. ഇനി ഒരു തവണയും കൂടി റിപ്പീറ്റ് ചെയ്ത് വരില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഫൈ ഓഫ് എക്സിൻ്റെ ഒരു റൂട്ട് ആവില്ല ആൽഫ. കാരണം ഇനി ആൽഫ എന്ന് പറയണത് ഫൈ ഓഫ് എക്സിൻ്റെ ഒരു റൂട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്ത് വരും? ഇത് നമുക്ക് ഈ ഫൈ ഓഫ് എക്സിനെ നമുക്ക് വീണ്ടും എന്ത് എഴുതാൻ പറ്റും? എക്സ് മൈനസ് ആൽഫ ഇൻറ്റു പിന്നെ വേറൊരു പോളിനോമിയൽ എഴുതാൻ പറ്റും. അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? എഫ് ഓഫ് എക്സിൽ എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആർ പ്ലസ് 1 എന്നത് വരും. അപ്പോൾ ആൽഫ ആർ പ്ലസ് 1 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ശരിയാവില്ല അല്ലേ? കാരണം നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ആൽഫ ആർ ടൈംസേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ ആർ പ്ലസ് 1 ടൈംസ് റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആൽഫ എന്ന് പറയുന്നത് നോട്ട് എ റൂട്ട് ഓഫ് ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? റൂട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് പറയുക? ഫൈ ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാം അല്ലേ? ആൽഫ ബി എ കോംപ്ലക്സ് നമ്പർ ഈസ് സെറ്റ് ടു ബി എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ പറയുക. അതേമാതിരി റൂട്ടാണ്, അതായത് ആൽഫ എന്ന് പറയുന്നത് ഫൈ ഓഫ് എക്സിൻ്റെ ഒരു റൂട്ടാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ഫൈ ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു 0 എന്ന്. പക്ഷെ ഇവിടെ എന്തല്ല? റൂട്ടല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുകയാണ്? ഫൈ ഓഫ് ആൽഫ നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഇനി നമ്മുടെ ഈ എഫ് ഓഫ് എക്സ് എടുക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മൾ എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആർ ഇൻറ്റു ഫൈ ഓഫ് എക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എഫിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടി. ഇനി നമ്മളിവിടെ രണ്ട് ഫംഗ്ഷൻ ആക്കിയിട്ടാണ് ഉള്ളത്. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ് അല്ലേ? ഏതൊക്കെ രണ്ട് ഫംഗ്ഷൻസ്? എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആർ എന്ന് പറയുന്നതും അതുമാതിരി തന്നെ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യാണ്? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ? അപ്പം പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഓക്കെ, ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെ എടുക്കണ എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആറ് ഫസ്റ്റ് ഫംഗ്ഷനും ഫൈ ഓഫ് എക്സ് സെക്കൻഡ് ഫംഗ്ഷനും എടുത്തു കഴിഞ്ഞാൽ നമ്മളതെങ്ങനെ വരും? ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആറ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മളെങ്ങനെ എഴുതുക? ഫൈ ഡാഷ് ഓഫ് എക്സ്. അതായിരുന്നു നമ്മുടെ ഈ സെക്കൻഡ് ടേം ഉണ്ടായിരുന്നു. ഇനി ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത്, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ ആ സെക്കൻഡ് ഫംഗ്ഷൻ നമ്മളിവിടെ ഫൈ ഓഫ് എക്സ് എഴുതി വെച്ചു. ഇനി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അങ്ങനെ എന്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ആർ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആർ മൈനസ് 1. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് കിട്ടി. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്ത്? എഫിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. നമ്മൾ ഏത് റൂൾ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത്? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. ഇനി നോക്കിക്കേ, അതായത് ഇവിടെ ഈ ഫസ്റ്റ് ടേമിൽ ഒരു എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആർ മൈനസ് 1 ഉണ്ട്. അതേമാതിരി തന്നെ ഇവിടെ എന്തുണ്ട്? എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആർ ഉണ്ട് അല്ലേ? ഇപ്പം നമുക്ക് ഈ എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആറിനെ നമുക്ക് ഇങ്ങനെ എഴുതി വയ്ക്കാം. എക്സ് മൈനസ് ആൽഫ ഇൻറ്റു ഓൾ പവർ ആർ മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ എന്ന് എഴുതാൻ പറ്റില്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ രണ്ട് ടേമിലും, അതായത് ഈ ഒരു മിനിറ്റ്,
ഓക്കെ, ഈ രണ്ട് ടേമിലും ഈ ഒരു ടേമിലും എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആർ മൈനസ് 1 കോമൺ ആണ്. സോ ഞാൻ ആ കോമൺ ആയിട്ടുള്ളതിനെ പുറത്തേക്ക് എടുത്തു. ഇനി ഇവിടെ ബാക്കി എന്തേ ഉള്ളത്? നമുക്കിവിടെ ഒരു ആർ ഉണ്ട്, അതുമാതിരി തന്നെ ഫൈവ് ഓഫ് എക്സ് ഉണ്ട് ഫസ്റ്റ് ടേമിൽ. സോ നമ്മൾ അതിവിടെ എഴുതുകയാണ് ആർ ഇൻറ്റു ഫൈവ് ഓഫ് എക്സ് എന്ന് എഴുതിപ്പോയി. ഇനി നമ്മൾ ഈ ഒരു ടേമിൽ നിന്ന് എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആറിൽ നിന്ന് നമുക്ക് ആർ മൈനസ് ടൈംസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവിടെ എന്താ ഉണ്ടാവുക? എക്സ് മൈനസ് ആൽഫ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള ഈ ഫൈവ് ഡാഷ് ഓഫ് എക്സും. സോ അത് എന്തായിട്ട് മാറി? എക്സ് മൈനസ് ആൽഫ ഇൻറ്റു ഫൈവ് ഡാഷ് ഓഫ് എക്സ് നമ്മുടെ അവിടെ എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സിനെ നമ്മൾ എന്താക്കി എഴുതി? എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആർ മൈനസ് 1 ഇൻറ്റു ക്ലോസ്ഡ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആർ ഇൻറ്റു ഫൈവ് ഓഫ് എക്സ് പ്ലസ് എക്സ് മൈനസ് ആൽഫ ഇൻറ്റു ഫൈവ് ഡാഷ് ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ നോക്കുക എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ ആവുന്ന കേസിൽ, അതായത് നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ വരുന്ന കേസിൽ നമുക്ക് എന്താ പറയാം? ഈ ഒരു ടേം എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ ഒരു ടേം നോക്കുകയാണ്. ഒരു മിനിറ്റ്. എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ ആവുന്ന കേസിൽ ഈ ഒരു ടേമിന് എന്താ സംഭവിക്കുകയെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ വരുമ്പോൾ ഈ ഒരു ടേം എന്തായിട്ട് മാറും? ഇങ്ങനെ വരും, ആർ ഇൻറ്റു ഫൈവ് ഓഫ് ആൽഫ പ്ലസ് ആൽഫ മൈനസ് ആൽഫ ഇൻറ്റു ഫൈവ് ഡാഷ് ഓഫ് എക്സ്. അപ്പം ഇവിടെ ആൽഫ മൈനസ് ആൽഫ എന്ന് കൊടുക്കുമ്പോൾ ഈ ഒരു ടേം അങ്ങോട്ട് അല്ലേ, ആൽഫ മൈനസ് ആൽഫ 0 അല്ലേ, അപ്പോൾ ആ ടേം ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ നമുക്ക് എന്താ ഇവിടെ ഉണ്ടാവുള്ളൂ? ആർ ഇൻറ്റു ഫൈവ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി ഇത് 0 ആവുമോ എന്നാണ്. അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യും? എക്സിന് ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ബാക്കി ഇവിടെ ഉണ്ടാവുന്നത് ആർ ഫൈവ് ഓഫ് ആൽഫ എന്നുണ്ടാകും. ഇനി ഇത് നമ്മൾ 0 ആവോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇത് 0 ആവണമെങ്കിൽ എന്താ പോസിബിലിറ്റി? ഈ ഒരു ടേം 0 ആവണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ആർ ഈക്വൽ ടു 0 ആവണം, അല്ലെങ്കിൽ ഫൈവ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആവണം. പക്ഷെ നമ്മൾ ഓൾറെഡി തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈവ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന്. അപ്പം ഈ ഒരു പോസിബിലിറ്റി ഇല്ല. നെക്സ്റ്റ് ആർ ഈക്വൽ ടു 0 ആവണോ? ആർ ഈക്വൽ ടു 0 ആവണം. ആർ 0 ആവുമോ? ഇല്ല. ഇവിടെ പറഞ്ഞാൽ ആർ ടൈംസ് മൾട്ടിപ്പിൾ റൂട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആർ ഒരിക്കലും 0 വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്ത ആ കാര്യം ആർ എന്ന് പറയുന്ന ഒരു ആർ ടൈംസ് അത് ഇവിടെ ഫോൾസ് ആയിപ്പോവും, അത് ശരിയാവാതെ വരും. അപ്പോൾ ഈ ഒരു പോസിബിലിറ്റിയും വരില്ല. അപ്പോൾ നമുക്കിത് എന്താ പറയാം? ഈ പ്രൊഡക്റ്റ് എന്ന് പറയാം ആറും 0 ആവില്ല, ഫൈവ് ഓഫ് ആൽഫ 0 അല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്റും എന്തല്ല? 0 അല്ല എന്ന് പറഞ്ഞൂടെ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർ ഇൻറ്റു ഫൈവ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. അങ്ങനെ ആർ ഇൻറ്റു ഫൈവ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, അതായത് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ആൽഫ എക്സ് ഈക്വൽ ടു ആൽഫ എന്ന് കൊടുത്തപ്പോൾ ഈ ഒരു ടേം എന്ന് പറയണത് നമുക്ക് എന്തല്ല എന്ന് കിട്ടി? 0 അല്ല എന്ന് കിട്ടി. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് ആൽഫ എന്ന് പറയണത് ഇതിൻ്റെ ഒരു ഫാക്ടർ അല്ല എന്ന് കിട്ടി. ഓക്കെ, ഒരു ചെറിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാന്നറിയോ? ഈ ഒരു ബ്രാക്കറ്റിലുള്ള ഈ ഒരു ടേംസിനെ നമ്മൾ ഒരു ജി ഓഫ് എക്സ് എന്ന് വിളിക്കാം. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആൽഫ എന്ന് പറയുന്നത് ഈ ജീൻ്റെ ഒരു റൂട്ടാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് റൂട്ടാണെങ്കിൽ എന്താ സംഭവിക്കുക? ജി ഓഫ് ആൽഫ ഈക്വൽ ടു, അതായത് ആൽഫ എന്ന് പറയുന്നത് ഈ ജീൻ്റെ റൂട്ടാണോ എന്ന് നോക്കണം. ആൽഫ റൂട്ടാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? ജി ഓഫ് ആൽഫ ഈക്വൽ ടു 0 വരണം അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ജി ഓഫ് ആൽഫ എന്ന് പറയുന്നതാണ് നമുക്കിവിടെ എന്തൊക്കെയാ, അതായത് ഇതിൽ എക്സിന് പകരം ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ, അതായത് ജി ഓഫ് ആൽഫ കാണുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? എക്സിന് പകരം ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ആർ ഇൻറ്റു ഫൈവ് ഓഫ് ആൽഫ എന്ന് വരും. അത് നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ജി ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ആൽഫ എന്തിൻ്റെ അല്ല? ഈ ജീൻ്റെ ഒരു റൂട്ടല്ല. റൂട്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് ആൽഫ എന്ന് പറയുന്നത് ഈ ജീൻ്റെ ഫാക്ടറും അല്ല. ആൽഫ ഒരു റൂട്ട് അല്ലെങ്കിൽ എക്സ് മൈനസ് ആൽഫ എന്ന് പറയുന്നത് ഈ ഒരു ജീൻ്റെ ഫാക്ടറും അല്ല. ഇവിടെ ഈ ജി എന്ന് പറയുന്നത് നമ്മൾ ഏതായി തരുന്നത്? ഈ ഒരു ഫംഗ്ഷൻ എടുത്തരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് മൈനസ് ആൽഫ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് ദിസ് ടേം. ഈ ഒരു പോളിനോം അതിൻ്റെ ഒരു ഫാക്ടർ അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയണത് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ ഉള്ളത്? എക്സ് മൈനസ് ആൽഫ ഓൾ പവർ ആർ മൈനസ് 1 ഇൻറ്റു ദിസ് ടേം ഈസ് ഈക്വൽ ടു 0 ഹാസ് ആൽഫ എത്ര തവണ വരുള്ളൂ? ആർ മൈനസ് 1 മൾട്ടിപ്പിൾ റൂട്ടേ വരുള്ളൂ.
ഓക്കെ, അതായത് നമ്മളോട് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു, അതായത് ആൽഫ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഒരു റൂട്ടാണ്, അത് ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ f'(x)ൻ്റെ റൂട്ടായിരിക്കും ആൽഫ, അത് r-1 തവണയാണ് റിപ്പീറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മളിവിടെ f'(x) കണ്ടുപിടിച്ചു. അപ്പോൾ ആൽഫേൻ്റെ, അതായത് തെറ്റിപ്പോയി, എക്സ് മൈനസ് ആൽഫ ഓൾ പവർ r-1 ഉണ്ട് അല്ലേ. ഇനി നമ്മൾ ചെക്ക് ചെയ്യുക ഈ ഒരു റിമൈനിങ് ടേമിന് ആൽഫ ഒരു റൂട്ട് വരുമോ നോക്കാം. റൂട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആൽഫേൻ്റെ മൾട്ടിസിപ്ലിറ്റി എന്ന് പറയുന്നത്, അതായത് ആൽഫ r-1 കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തു വരും എന്ന് പറയാം. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ എന്തല്ല, ഇതിൻ്റെ ഒരു റൂട്ടായിട്ടല്ല കിട്ടിയത്. ആ റൂട്ടല്ലാതെ കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് തന്നെ പറയാൻ പറ്റുള്ളൂ, f' ആൽഫ എന്ന് പറയുന്നത് r- തവണയാണ് റിപ്പീറ്റ് ചെയ്തു വരുള്ളൂ. Therefore we can conclude that f'(x) has alpha as f'(x)ന് ആൽഫ r-1 തവണ റിപ്പീറ്റ് ചെയ്തു വരും. സോ therefore f'(x) has alpha as a root r-1 ടൈംസ് എന്ന് പറഞ്ഞു. ഓക്കെ, അത്രയേ പ്രൂഫ് ഉണ്ടായിരുന്നുള്ളൂ. വളരെ എളുപ്പമുള്ള ഒരു പ്രൂഫാണ്. ആ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു കൊറോളറി പറയുന്നുണ്ട്. എന്താണ് കൊറോളറി പറയുന്നത് നോക്കാം. കൊറോളറി 1 പറയുന്നത്, ഇഫ് ആൽഫ ഈസ് എൻ r-1 മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് f'(x) is equal to 0 ആണെങ്കിൽ, അതായത് ആൽഫ എന്ന് പറയുന്നത് f'(x)ൻ്റെ ഒരു റൂട്ടാണ്, അത് r-1 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആൽഫ എന്ന് പറയുന്നത് ഈസ് എൻ r-2 മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് f'(x) is equal to 0. f'(x) പറഞ്ഞാൽ എന്താ, എഫിനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക കേട്ടോ. അതേമാതിരി തന്നെ r-3 മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് f'(x) എന്ന് പറയുന്നത്. ഇപ്പോൾ എത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ആൽഫ എന്ന് പറയുന്നത് ഇസ് എൻ r മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് f(x) ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആൽഫ എന്ന് പറയുന്നത് ഇസ് എൻ r-1 മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് f'(x) is equal to 0 ആണെന്ന് പറയാൻ പറ്റും. അതേമാതിരി തന്നെ r-2 മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് f'(x) ആണെന്ന് പറയാൻ പറ്റും. r-3 മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് f'(x) is equal to 0. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, നമുക്ക് ഈ ആൽഫ എന്ന് പറയുന്നത് r-4 മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് ഫോർത്ത് ഡെറിവേറ്റീവ് ഓഫ് x is equal to 0. അങ്ങനെയാണെങ്കിൽ അടുത്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, അതായത് എന്തായിരിക്കും, r-5 മൾട്ടിപ്പിൾ ആൽഫ ഈസ് എൻ r-5 മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് ഫിഫ്ത്ത് ഡെറിവേറ്റീവ് ഓഫ് x is equal to 0. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് അത് പോകും. ഓക്കെ, അത്രേ പറഞ്ഞു. ഇനി രണ്ടാമത്തെ കൊറോളറി പറയണത്, ആസ് എ മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് f(x) is equal to 0 ആർ ദ റൂട്ട് ഓഫ് f'(x) is equal to 0 ആസ് വെൽ ആസ് the product of the factors corresponding to these roots will be the GCD of f(x) and f'(x) എന്ന് പറയും. അതായത് നമ്മളൊരു ഫംഗ്ഷന് എഫിന് ഒരു മൾട്ടിപ്പിൾ റൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത്, എഫിന് ഒരു മൾട്ടിപ്പിൾ റൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂട്ട് എന്തിനുണ്ടായിരിക്കും, f'(x)ൻ്റെ റൂട്ടായിരിക്കും എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഗിവൺ പോളിനോമിയലിന് ഒരു മൾട്ടിപ്പിൾ റൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂട്ട് എഫിനും f'(ൻ്റെയും ഒരേമാതിരി റൂട്ട് വരും എന്ന് പറയുന്നത്. പിന്നെ ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫാക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ദീസ് റൂട്ട്സ് എന്ന് പറയുന്നത്, ആ റൂട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, f(x)ൻ്റെയും f'(x)ൻ്റെയും കൂടി GCD ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അത്രയാണ് കൊറോളറി ഉള്ളൂ. ഈ ഒരു കൊറോളറി യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൊറോളറി പറയണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൾട്ടിപ്പിൾ റൂട്ടിൻ്റെ തിയറി പോർഷനായിട്ട് പറയുന്നത്. ഓക്കെ.